വെൽക്കം ബാക്ക് ടു ഫൺബീറി 2. ഇന്ന് ഞങ്ങളുടെ പപ്പയുടെയും മമ്മയുടെയും 30th വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങള് കൊഞ്ചും കരിമീനും എല്ലായിടത്തും കൊടുക്കുക. അടിച്ചു കയറി വാ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫൺബീറി 2. സോ ഇൻട്രോ കണ്ടതുപോലെ ഇന്ന് ഞങ്ങളുടെ പപ്പയുടെയും മമ്മയുടെയും 30th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. സോ പപ്പയുടെയും മമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനോടൊപ്പം തന്നെ ഇന്ന് ഞാനും ഡോണും പോകുന്നതുകൊണ്ട് ഒരു ഫെയർവെൽ പാർട്ടിയും കൂടി ആയിരുന്നു കേട്ടോ ഇത്. സോ ഈ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത് റിച്ചുവിന്റെ ഹസ്ബൻഡ് അരുണും ഫാമിലിയാണ് കേട്ടോ. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ പാലാരോട്ടത്തുള്ള റിനെ കൊച്ചിയിലാട്ടോ ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളുടെ പ്രസാദങ്ങൾ ഓൾറെഡി നമുക്ക് വേണ്ടി ടേബിൾസ് ഒക്കെ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒരേ സമയത്ത് എത്തിച്ചേർന്നുകൊണ്ട് തന്നെ അധികം ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഒന്ന് സെറ്റിൽ ആയപ്പോൾ തന്നെ നമ്മുടെ മെയിൻ ഫംഗ്ഷനായ കേക്ക് കട്ടിങ്ങിലേക്കാട്ടോ നമ്മൾ കടന്നത് ഫസ്റ്റ്. എന്തായാലും ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ കുറേ നല്ല ഫംഗ്ഷൻസ് കൂടാൻ പറ്റി. പ്രത്യേകിച്ച് എൻ്റെയും ഡോണിൻ്റെയും പപ്പയുടെയും മമ്മിയുടെയും ഒക്കെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഫാമിലിയോട് എത്തി സെലിബ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടെ ഉണ്ടായി. അതുപോലെ തന്നെ 30th വെഡിങ് ആനിവേഴ്സറി പപ്പയ്ക്കും മമ്മിക്കും 2 മക്കളോടും മരുമക്കളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായി. പപ്പയ്ക്കും മമ്മിക്കും ഇനിയും ഇതുപോലെ സമാധാനത്തോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടെ ഞങ്ങളോടും ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവർ കേക്ക് കട്ട് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ ആനിമൽ റിച്ചുവിന്റെ സിസ്റ്ററിലോ ആളാണ് കേട്ടോ നമ്മുടെ കേക്ക് കട്ടിംഗ് വീഡിയോ എടുത്തത്. അപ്പൊ അതിന്റെ ഇടയിൽ ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്റ്റാർട്ടേഴ്സ് എല്ലാം വന്നു തുടങ്ങി. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമ്മൾ ഇഷ്ടംപോലെ ഐറ്റംസ് പറഞ്ഞായിരുന്നു കേട്ടോ. കൊഴുവ ഫ്രൈ, സ്കിറ്റ് ഫ്രൈ, മീൻ ഉലർത്ത്, ചിക്കൻ കൊണ്ടാട്ടം, പിന്നെ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ അവിടെ ഇഷ്ടംപോലെ ലൈവ് ആയിട്ടുള്ള സീ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്താൽ അവരത് അപ്പം തന്നെ റെഡിയാക്കി തരും. സോ ഇതിന് നമ്മൾ സെലക്ട് ചെയ്തത് ടൈഗർ പ്രോൺസ് ആയിരുന്നു കേട്ടോ. അയ്യോ, ഇതിനിടയ്ക്ക് നമ്മൾ സൂപ്പ് കൂടെ ഓർഡർ ചെയ്തായിരുന്നു. ഫസ്റ്റ് സൂപ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് എല്ലാം വന്നു തുടങ്ങിയത്. അപ്പോൾ റിച്ചുവിന് കരിമീൻ പൊള്ളിച്ചതും കൂടെ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 കരിമീനും കൂടെ എടുത്തായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്നലത്തെ താരത്തെ കാണിച്ചു തരാം കേട്ടോ. അരുണിന്റെ നീസാണ് ഹേച്ചു. ആള് ഭയങ്കര സ്മാർട്ട് ആൻഡ് ക്യൂട്ടാണ് കേട്ടോ. ഇന്നലെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഹേച്ചു ആണ്. അപ്പൊ പപ്പന്മാരും അരുണും ഡോണും എല്ലാം അവരുടേതായ ലോകത്താണ് കേട്ടോ. പൊളിറ്റിക്സും എക്കണോമിക്സും പിന്നെ ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ചർച്ചകളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനകത്തേക്ക് തലയിടാൻ പോയില്ല. ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സെയിം വൈബാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടംപോലെ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. ആർക്കും അങ്ങോട്ട് ബോറടിച്ചില്ല. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെയിൻ കോഴ്സ് ആണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഫിഷ് മോളിയും ഫ്രൈഡ് റൈസും ചില്ലി പോക്കും ചില്ലി ചിക്കനും അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ നമ്മൾ പറഞ്ഞു. എല്ലാവരുടെയും വയറും നിറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാറായപ്പോഴേക്കും നല്ല മഴ. പിന്നെ നമ്മൾ അവിടെ കുറെ നേരം ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഞാനും റിച്ചും അരുണും ഡോണും ഒക്കെ കൂടെ ചെറിയൊരു ഫോട്ടോ സെഷൻ ഒക്കെ നടത്തി. മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അപ്പൊ പപ്പയും മമ്മിയും ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനുള്ള പുറപ്പാടിലാണ്.
അപ്പോൾ ആ ലാസ്റ്റ് ക്ലിപ്പിൽ കണ്ടത് എല്ലാവരും എന്നെ എടുത്തിട്ട് വരുന്ന രംഗമായിരുന്നു. കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എന്നെ വീഡിയോ എടുക്കുന്നതിലും പിന്നെ വീഡിയോക്ക് വരാനും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്റെ ഫാമിലി മെമ്പേഴ്സിനെയും ക്ലോസ് ഫ്രണ്ട്സിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരും എന്റെ വീഡിയോയിൽ കൊണ്ടുവരുന്നതിലാണ്. സോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എനിക്ക് വയ്യാതെ ഇരുന്നുകൊണ്ട് തന്നെ ഡോണിന്റെ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത വയനാട്ടിലേക്ക് മൂവാറ്റുപുഴയിലേക്കുള്ള ട്രിപ്പ് എല്ലാം ഞാൻ മിസ് ചെയ്തു. സോ അതിന്റെ സങ്കടങ്ങളെല്ലാം തന്നെ ഞാൻ ഇന്നലത്തെ ഫെയർവെൽ പാർട്ടിയിൽ തീർത്തു. സോ ഞങ്ങളുടെ ഇവിടെ ഇമ്മിയുടെ പോലെ തന്നെ അവിടെ ഒരു അമ്മാമ്മയുണ്ട് കേട്ടോ, അരുണിന്റെ അമ്മയുടെ അമ്മ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മാമേനെ. എല്ലാരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്ന് നേരം പോയത് അറിയില്ല കേട്ടോ. സമയം ഒത്തിരി അങ്ങ് കടന്നു പോയപ്പോഴേക്കും എല്ലാവരും ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പയ്യെ ഇറങ്ങാറായി. ഇനി എപ്പോഴാ നാട്ടിലേക്കുള്ള അടുത്ത വരവെന്നായിരുന്നു കേട്ടോ എല്ലാവരുടെയും ചോദ്യം. തൽക്കാലം ഞങ്ങൾക്കും അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. സോ ഈ പ്രാവശ്യം നാട്ടിലെത്തി കുറച്ചുപേരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ വീട്ടിലായാലും ഡോണിന്റെ വീട്ടിലായാലും ഇഷ്ടംപോലെ പേരെ കുറെ നാളത്തെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മാസത്തെ ഇഷ്ടംപോലെ നാട്ടിലെ ഓർമ്മകളായിട്ടാണോ ഇന്ന് ഞാനും ഡോണും തിരിച്ച് കാനഡയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ.